അപ്പോൾ പാർട്ട് സി എന്ന് പറയുന്നത് ജനറലി 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ് വിൽ ബി ഫ്രം ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നതിൽ നമ്മളൊരു സെക്കൻഡ് കടമ്പയായിട്ട് മാറ്റി വെച്ചാൽ മതി. തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. കേന്ദ്ര സർക്കാരിന് കീഴിൽ 3000-ലധികം വാക്കൻസികളുമായി സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞു? ഇല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റ് എന്താണ്, അതിന്റെ നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ വാക്കൻസികൾ ഏതൊക്കെ മിനിസ്ട്രികളുടെ കീഴിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ അതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയും അതിന്റെ ഒരു എക്സാമിനേഷൻ പാറ്റേണിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമസ്കാരം, ഞാൻ ശ്യാം ശങ്കർ. എല്ലാവർക്കും എൻട്രിയുടെ SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ പലതരത്തിലുള്ള പരീക്ഷകളെ പറ്റി കേട്ടിട്ടുണ്ട്. ഡിഗ്രി ലെവലിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള കോമൺ ആയിട്ടൊരു എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്ന പരീക്ഷ. ഇൻകം ടാക്സ് മുതൽ ടാക്സ് മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റ്സ്, ഈ പറയുന്ന എക്സൈസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിക്കോട്ടെ, അതിലുള്ള ഒരുപാട് സെക്ഷൻ ഓഫീസർ തുടങ്ങി പ്രിവന്റീവ് ഓഫീസർ തുടങ്ങി ഒരുപാട് തസ്തികകളിലേക്ക് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്ന CGL. 18 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. ഇനി അതിനുശേഷം പിന്നെ വരുന്ന 12th ലെവലുള്ള പോസ്റ്റാണ് നമ്മളുടെ CHSL എന്ന് പറയുന്നത്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. 12th ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നടത്തുന്ന പരീക്ഷ. കമ്പൈൻഡ് ആയിട്ട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങി LDC ഉൾപ്പെടെയുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്ന പരീക്ഷ. ഇനി ഈ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്താറുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. 10th ലെവലിലുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അല്ലെങ്കിൽ MTS എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അതിൽ ഒരുപാട് ഹവിൽദാർ തുടങ്ങിയിട്ടുള്ള മറ്റൊരുപാട് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അതുവഴിയാണ് നടക്കുന്നത്. ബേസിക്കലി അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. ഇനി അത് മാത്രമല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മറ്റു പല പരീക്ഷകളും നടത്താറുണ്ട്. ഡൽഹി കോൺസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ തുടങ്ങി ഒരുപാട് വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്താറുണ്ട്. എങ്കിൽ പോലും അതൊക്കെ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് വരുന്നത്. എയ്തർ ഇഫ് ഇറ്റ് ഇസ് കണ്ടക്ടിങ് ഫോർ CGL, then the entire qualification will be degree or graduation. ഇപ്പോൾ നമ്മൾ CHSL ആണ് നടത്തുന്നതെങ്കിൽ CHSL എല്ലാവർക്കും 12th ക്വാളിഫിക്കേഷൻ ആണ് ജനറലി പറയുന്നത്. പക്ഷേ ഇവിടെ സെലക്ഷൻ പോസ്റ്റ് എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു എന്ന് പറയുമ്പോൾ 14ാമത്തെ എഡീഷൻ ആയിട്ടുള്ള സെലക്ഷൻ പോസ്റ്റിന്റെ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. അതായത് വിവിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലുള്ള നോട്ടിഫിക്കേഷൻ ആണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പുറത്തു വരുന്നത്. ഇതിൽ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളുണ്ട്. 12th ലെവൽ വരുന്ന 10th ലെവൽ 12th ലെവലിലേക്ക് വരുന്ന ലാബ് അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഗ്രാജുവേഷൻ ലെവലിലുള്ള അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് തുടങ്ങിയിട്ടുള്ള ഗ്രാജുവേഷൻ ആൻഡ് എബോവ് എന്ന് പറയുന്ന ലെവലിലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നടത്തുന്ന പരീക്ഷയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് സെലക്ഷൻ പോസ്റ്റ് വഴി നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് 14ാമത്തെ ഫേസ് ആണ്. എന്ന് വെച്ചാൽ 14 തവണ ഇതിനു മുൻപ് സെലക്ഷൻ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്നത് 13 തവണ മുൻപ് നടന്നിട്ടുണ്ട്. ഇപ്പൊ വിളിക്കുന്നത് 14ാമത്തെ വട്ടമാണ്. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് 2023-ലാണ് 5000-ലധികം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തത്. 2024-ലും 2025-ലേക്കും വരുന്ന സമയത്ത് ഏകദേശം വാക്കൻസികൾ 2500-ന് അറൌണ്ട് ആയിരുന്നു. ബട്ട് കമ്മിങ് ടു 2026, the vacancies has been increased to 3000. ഓക്കെ, 3000-ലധികം വാക്കൻസികളാണ് നിലവിൽ. 3003 എന്നാണ് ഇപ്പോഴത്തെ വാക്കൻസികളുടെ നമ്പർ എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ അതിനകത്തുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള കർണാടക റീജിയൻ എന്ന് പറയുന്ന ഈ റീജിയനിൽ ഒരുപാട് ഇപ്പൊ റീസെന്റ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഷിപ്പാമിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റീസെന്റ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേരള കർണാടക റീജിയനിൽ തന്നെ ഏകദേശം 190ഓളം വാക്കൻസികളാണ് മിനിസ്ട്രി ഓഫ് ഇതിന്റെ കീഴിൽ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്നത്. സർവേയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ലാബ് അറ്റൻഡർ ഉണ്ട്, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകൾ കേരള കർണാടക റീജിയനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി വാക്കൻസികൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരൊറ്റ എക്സാമിലൂടെ നമ്മൾ CGL ഡിഫറെന്റ് ആയിട്ടുള്ള
പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരൊറ്റ അപ്ലിക്കേഷനിലൂടെ സാധിക്കുമെങ്കിൽ. പക്ഷേ സെലക്ഷൻ പോസ്റ്റിന് അങ്ങനെയല്ല. നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് താല്പര്യമുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് താല്പര്യം സർവേയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് എങ്കിൽ നമുക്ക് അതിലേക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾക്ക് താല്പര്യം 12th ലെവലിലുള്ള ഒരു പോസ്റ്റിലേക്കാണെങ്കിൽ അതിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാം. നമുക്ക് 10th ലെവലുള്ള ഇതിലേക്കാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വെച്ച് നമുക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസിൻ്റെ കീഴിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. അത് മുതൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഡിഫറെൻറ്റ് സ്ട്രീംസിലായി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ക്വാളിഫിക്കേഷൻസ് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്ത് മിസ് അതൊക്കെ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് സെലക്ഷൻ പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം 10th ലെവലും 12th ലെവലും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലും ആൻഡ് എബോ എന്നുള്ള രീതിയിൽ 3 രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ പോസ്റ്റിൽ അതിൻ്റെ പോസ്റ്റുകൾ, ജോബിൻ്റെ വാക്കൻസികളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 10th ലെവൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ ലെവലാണ്. അപ്പോൾ അവിടെ ക്ലാസ് 10th ആണ് വേണ്ടത്. അല്ലെങ്കിൽ ക്ലാസ് 10th അല്ലെങ്കിൽ ഹൈസ്കൂൾ, ഇപ്പോൾ CBSE ആണെങ്കിലും ICSE ആണെങ്കിലും കേരള സ്റ്റേറ്റിന്റെ ബോർഡ് ആണെങ്കിലും നമ്മൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിന്റെ കീഴിൽ നിന്നൊരു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ എലിജിബിൾ ഫോർ അപ്ലൈയിങ് ദ പോസ്റ്റ് വിച്ച് ആർ കമ്മിങ് അണ്ടർ മെട്രിക് ലെവൽ. സോ അവിടെ 10th ലെവലിൽ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ പോസ്റ്റിനനുസരിച്ചുള്ള സാലറിയും അലവൻസസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി 12th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് 10th വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, 12th വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇന്റർമീഡിയറ്റ് എന്നുള്ള രീതിയിൽ 10+2 ആണ് വേണ്ടത്. 10th പ്ലസ് ഹയർ സെക്കൻഡറി ആയിട്ടുള്ള +1+2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാവുന്നതാണ്. ഇനി നമുക്ക് തേർഡ് വരുന്നത് ഗ്രാജുവേഷൻ ലെവൽ ആൻഡ് എബോ ആണ്. അവിടെ നമ്മൾ പറയുന്ന ഒരു ഇത്ര കാര്യമേ ഉള്ളൂ. കാരണം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള UGC അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കണം, ഒരു ഡിഗ്രി ഹോൾഡർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നമ്മൾ ഉണ്ടാവണം, അത്രയേ പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത്. 10th ലെവലുണ്ട്, 12th ലെവലുണ്ട്, ഗ്രാജുവേറ്റ് ലെവലുണ്ട്. അപ്പോൾ 3 രീതിയിൽ നമ്മൾ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സ്, അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. CBT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ പോസ്റ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി അംഗീകരിക്കുക ആവശ്യമുള്ള ചില പോസ്റ്റുകളുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ടൈപ്പിംഗ്, സ്റ്റെനോഗ്രഫി തുടങ്ങിയിട്ടുള്ള എന്താ പറയുക ഡിസേർവിംഗ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ഡാറ്റ എൻട്രി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രൊഫിഷ്യൻസി വേണ്ട പോസ്റ്റുകളുണ്ട്. അവർക്കാണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ്. സോ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മൾ CGL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതണം, അത് ക്വാളിഫയിങ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതണം, അതാണ് നമ്മുടെ മാർക്ക് തീരുമാനിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഈ പറയുന്ന അതിനൊപ്പം തന്നെ നമ്മൾ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ എക്സാമാണ് SSC ഇപ്പോൾ ഈ ഒരു സെലക്ഷൻ പോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി സെലക്ഷൻ പോസ്റ്റിൽ എല്ലാ കേസിലും എല്ലാ കാറ്റഗറിയിലെ എല്ലാ പോസ്റ്റുകൾക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സെലക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ പോസ്റ്റിനെ പറ്റി ഓൾറെഡി വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ഡാറ്റ എൻട്രി തുടങ്ങിയിട്ടുള്ളവ ഉണ്ടാവും. അത് ക്വാളിഫയിങ് ആയിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ബോധർ ചെയ്യേണ്ട. ഇപ്പം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് CBT 1 എക്സാം തന്നെയാണ്. CBT എക്സാമിൽ ഇത്തവണ SSC കൊണ്ടുവന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കാര്യം ബാങ്ക് എക്സാംസിലാണ് കൂടുതലായിട്ടും സെക്ഷൻ കട്ട് ഓഫ് എന്ന് പറയുന്നത്, സെക്ഷൻ ടൈമിംഗ് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ CBT എക്സാമിനും എന്ത് കൊണ്ടുവന്നിരിക്കുകയാണ്, സെക്ഷൻ ടൈമർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ടെസ്റ്റിന് 1 മണിക്കൂർ സമയമായിരിക്കും ഉണ്ടാവുക. ഓരോ സെക്ഷനും 15 മിനിറ്റ് വെച്ചുള്ള എന്തുണ്ടാവും സെക്ഷൻസ് ഉണ്ടാവും. ഓരോ 15 മിനിറ്റിനുള്ള സെക്ഷൻസ്. അപ്പം 4 സെക്ഷനാണ് നമുക്ക് ഉണ്ടാവുക. ആ 4 സെക്ഷനിനും എന്തായിരിക്കും 4 പാർട്സ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് സമയം കഴിയുമ്പോൾ ആ സ്ക്രീൻ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ് വരുന്നത്
ജനറൽ അവയർനെസ് ആണ് എങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റി ഇരിക്കാനോ കാര്യമില്ല. ആ 15 മിനിറ്റ് സമയം മാത്രമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത്. ഇനി രണ്ടാമത് ഇനിയിപ്പോൾ ചിലപ്പോൾ വരുന്ന റീസണിങ് ആണെങ്കിൽ റീസണിങ്ങിൽ 15 മിനിറ്റ് ആയിരിക്കും സമയം, 25 ചോദ്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നതെങ്കിൽ ആ 25 ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ആ 15 മിനിറ്റ് സമയത്തിനുള്ളിലാണ്. ഇനി ഏറ്റവും അവസാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഇപ്പൊ സാധാരണഗതിയിൽ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ ചെയ്യുന്നത് ആദ്യം തന്നെ GK എന്ന് പറയുന്ന ഒരു പോർഷൻ ഒരു 3-4 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് വരും. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പോർഷൻ എടുക്കും. അതൊരു 10 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 45 മിനിറ്റ്സ് ഇൻ ഹാൻഡ്. ആ 45 മിനിറ്റ്സിൽ 20-20 എന്നുള്ള രീതിയിൽ റീസണിങ്ങിൽ 20 മിനിറ്റ്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്സും, ബാക്കി 5 മിനിറ്റ് എന്തായിരിക്കും ഒരു തറോ ആയിട്ടുള്ള ഒരു റീക്യാപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ വിട്ടുപോയിട്ടും റിവ്യൂ ചെയ്യാനുള്ള ഒരു സമയമാണ് സാധാരണ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ആ ഒരു ട്രെൻഡ് മാറുകയാണ്. ഇനി മുതൽ സെക്ഷൻ ടൈമിംഗ് SSC എക്സാംസിന് വന്നിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ സമയം ടോട്ടൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, 200 മാർക്കായിരിക്കും ലഭ്യം. എന്ന് വെച്ചാൽ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. ഓരോ ചോദ്യത്തിനും 2 മാർക്കായിരിക്കും ലഭിക്കുക. ഇനി ഓരോ തെറ്റുത്തരത്തിനും -0.5 എന്ന് പറയുന്ന നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു പുതിയ പാറ്റേണിലേക്ക് നമ്മൾ SSC എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്യുകയാണ്. സെക്ഷൻ ടൈമർ എന്ന് പറയുന്നത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെയാണ് ആ 4 പാർട്സ് എന്ന് അറിയണ്ടേ? നമ്മളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നോക്കുക, നമുക്ക് CBT എക്സാം പാറ്റേൺ നോക്കുമ്പോൾ 4 മേഖലയാണുള്ളത്. ഒന്ന് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖല, അതായത് റീസണിങ് എന്ന് പറയുന്ന മേഖല. 25 ചോദ്യങ്ങളായിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക, 50 മാർക്ക്. ദാറ്റ് മീൻസ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 10th ലെവലാണ് എഴുതുന്നതെങ്കിൽ ആ ലെവലിലുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. റീസണിങ് എന്നല്ല, എല്ലാ സബ്ജക്റ്റും അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 12th ലെവൽ എന്ന് പറയുമ്പോൾ സാലറി കൂടുതലാണ്, കുറച്ചുകൂടെ നല്ല ജോലിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ എഴുതുന്ന എക്സാം ആണ്, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. സോ ഓരോ ലെവലിനും അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ കിട്ടുന്ന, കോമൺ സെൻസ് വെച്ചാൽ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ പാർട്ട് എയിൽ നമ്മൾ വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആയിരിക്കും. 25 ചോദ്യങ്ങൾ, ഈ 50 മാർക്ക്, 15 മിനിറ്റ് സമയം. ഞാനൊരു ക്വാർട്ടർ എന്നുള്ള രീതിയിൽ സമയം ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യത്തെ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു മേഖല കംപ്ലീറ്റ് ചെയ്യണം. Then the next 15 minutes will be given to general awareness. General awareness എന്ന് പറയുമ്പോൾ GK. ആ 25 മിനിറ്റിനുള്ളിൽ 15 മിനിറ്റിനുള്ളിൽ 25 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ GKയിലേക്ക് 25 ഈ ചോദ്യങ്ങൾ ചെയ്യാൻ 15 മിനിറ്റ് സമയം വേണോ എന്ന് ചോദിച്ചാൽ ഇല്ല, വേണ്ട. പക്ഷെ അവിടെയാണ് നമ്മളുടെ ഇനി മുതലുള്ള പ്രാക്ടീസും കാര്യങ്ങളും നമ്മളെ റാങ്കിലേക്ക് നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് 15 minutes will be given to the part B, which is obviously the general awareness. Then the part C will be comprising of quantitative aptitude. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ റീസണിങ് നമ്മളുടെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിലേക്ക് വരാം. നമ്മൾ എന്താണ് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക്. അപ്പോൾ പാർട്ട് സി എന്ന് പറയുന്നത് ജനറലി 25 questions, 50 marks will be from the quantitative aptitude area. Okay, then the final section will be of English language, which is also having 25 questions for 50 marks. 50 മാർക്കിന് 25 ചോദ്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയത്തെ 4 ആയിട്ട് തുല്യമായിട്ട് വിധിക്കുന്നു. എല്ലാ ഏരിയയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പറയാതെ പറയുന്ന SSC പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇനി മുതൽ SSCയിലും പാർട്ട് ജനറൽ അവയർനെസ്സിൽ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചേക്കാം. ഒരു UPSC പാറ്റേണിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് ആ 15 മിനിറ്റ് സമയം അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയി മാറിയേക്കാം. ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ 15 മിനിറ്റ് സമയം കൊടുക്കുന്നത്. സോ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷഫിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന ഓരോ സെക്ഷനും 15 മിനിറ്റ് സമയം വെച്ച് മാറിയിരിക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത്. നമുക്ക് ആ പാർട്ട് ഡിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഇംഗ്ലീഷ് ആണ് ആദ്യം പറയുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, എറർ ഡിറ്റക്ഷൻ, സെന്റൻസ് കംപ്ലീഷൻ,
സിനോണിംസ്, ആന്റോണിംസ്, ക്ലോസ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അനലോഗി, അതുപോലെ തന്നെ നമ്മളുടെ സെന്റൻസ് റീഅറേഞ്ചിങ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഹോമോണിംസ്, സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ വരുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജിയുമായിട്ട് നമുക്ക് വീണ്ടും വൈകാതെ തന്നെ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് എത്താം. തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, നാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ജോഗ്രഫി, ഹിസ്റ്ററി, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകൾ നമ്മൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ 10th ലെവലാണ് എഴുതുന്നതെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. 12th ലെവലാണ് എഴുതുന്നതെങ്കിൽ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡിഗ്രി ലെവലാണ് എഴുതുന്നതെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള ജനറൽ അവയർനെസ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പ്രൊഫിഷ്യൻസി തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇൻഡയറക്ട്ലി ഞാൻ പറയുകയാണ്. അപ്പോൾ അതാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന മേഖല. ദെൻ മൂവിങ് ടു ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമുക്കിവിടെ ഡെസിമൽ ഫ്രാക്ഷൻസ് ഉണ്ട്, ഓക്കെ, ബേസിക് അരിത്തമെറ്റിക്സും ഉണ്ട്, നമ്മൾ അഡ്വാൻസ്ഡ് മാത്സും ഉണ്ട്. ഡെസിമൽ ഫ്രാക്ഷൻ, ടൈം ആൻഡ് വർക്ക്, ആവറേജ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രപ്പോർഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള മേഖലയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ മേഖലയിൽ വരുന്നത്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, 10th ലെവൽ എന്ന് പറയുമ്പോൾ ബേസിക് ന്യൂമറൽസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുക. നമ്മൾ 10th ലെവൽ വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുക. 12th ലെവൽ വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോകും. ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്, എല്ലാ ചോദ്യങ്ങളും ടൈറ്റ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഹോൾഡർക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഗ്രി ലെവലിലുള്ള കാര്യം. ഇപ്പോൾ സർവേയർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെയും കീഴിൽ വരുന്ന ഒരു പോസ്റ്റുകളൊക്കെ ആയിട്ടാണ് KKR കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായേക്കാം, കാരണം അതൊരു ഡിഗ്രി ലെവൽ എക്സാമാണ്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ റീസണിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നോക്കുമ്പോൾ, റീസണിങ് എന്ന് പറയുന്നത് അവിടെ റീസണിങ് ഉണ്ട്, സീരീസ് കംപ്ലീഷൻ ഉണ്ട്, പാറ്റേൺ റെക്കഗ്നീഷൻ ഉണ്ട്, കോഡിംഗ് ഉണ്ട്, സ്പേഷ്യൽ എബിലിറ്റി ഉണ്ട്, അനലോഗി ഉണ്ട് തുടങ്ങിയിട്ടുള്ള മേഖലകൾ ജനറൽ റീസണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കും, ഈ 25 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് 15 മിനിറ്റ് സമയമുണ്ട്. ഇവിടെ 25 ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് 15 മിനിറ്റ് സമയമുണ്ട്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടൈറ്റ് ആയിട്ടുള്ളതും എളുപ്പമുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് 15 മിനിറ്റ് സമയമുണ്ട്. റീസണിങ്ങിലെയും 25 ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് 15 മിനിറ്റ് സമയമാണ്. ചുരുക്കം പറഞ്ഞാൽ 1 മണിക്കൂർ 60 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് 100 ചോദ്യങ്ങളാണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ പോസ്റ്റുകൾക്കും സ്കിൽ ടെസ്റ്റ് ഇല്ല, എന്നാൽ ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റുകളുണ്ട്. ടൈപ്പിംഗ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി പോലെയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്, അതിലേക്ക് ഡാറ്റ എൻട്രി, ടൈപ്പിംഗ് തുടങ്ങിയിട്ടുള്ള സ്കിൽ ടെസ്റ്റുകളുണ്ട്. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി വേണ്ട പോസ്റ്റുകളുണ്ട്, ഇതിലേക്ക് അതിൻ്റെ നമ്മുടെ പ്രൊഫിഷ്യൻസി എല്ലാം അവർ ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എല്ലാത്തിലും ഇല്ല. സ്കിൽ ടെസ്റ്റ് എന്നാൽ ക്വാളിഫയിങ് ആണ്. ഇതിലൊരു നിശ്ചിതമായിട്ടുള്ള ഒരു മേഖല മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ CBT ആണ് നമ്മളുടെ ഇതിൽ റാങ്ക് തീരുമാനിക്കുന്നത്, നമുക്ക് ജോലി കിട്ടണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നതിൽ നമ്മളൊരു സെക്കൻഡ് കടമ്പയായിട്ട് മാറ്റി വെച്ചാൽ മതി. തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. CBT നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോബ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് SSCയുടെ സെലക്ഷൻ പോസ്റ്റിനെ പറ്റിയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന പോസ്റ്റ് ഒറ്റ ദിവസം ആയിരിക്കില്ല പരീക്ഷ, ഡിഫറെൻറ്റ് ഡേയ്സ് ആയിരിക്കും. 10th ലെവലിൽ ഡിഫറെൻറ്റ് പോസ്റ്റുകൾക്ക് ഡിഫറെൻറ്റ് ഡേയ്സ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓരോത്തിനും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇനി ഇതിനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വരുന്നത്. എൻട്രി ഒരു കരിയർ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് പ്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, SSC, RRB, ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ മികച്ച ഓഫറോട് കൂടി നമുക്ക് ഇപ്പോഴത്തെ എൻട്രിയുടെ കോഴ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 7736122215 7736122215. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൂടെ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്താൽ മതി.
നേരെ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗോൾഡ് ബാച്ച് ഉൾപ്പെടെയുള്ള സെപ്പറേറ്റ് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ബാച്ചസ് അവൈലബിൾ ആണ്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് സെലക്ഷൻ പോസ്റ്റിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി പറയുന്നത്. ഒരൊറ്റ എക്സാം മതി നമ്മളുടെ ജീവിതം മാറ്റിമറിയാൻ. ഒരു മികച്ച കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള കറേജും പൊട്ടൻഷ്യലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സെലക്ഷൻ പോസ്റ്റിലെ ആ 3003 വാക്കൻസിയിൽ ഒരാൾ നിങ്ങളായേക്കാം. അതിനുവേണ്ടി ഇപ്പം തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. വി ആർ റെഡി ടു ഹിയർ ഫ്രം യു. താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി, ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും സെലക്ഷൻ പോസ്റ്റുമായി മറ്റ് CGL ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഇറ്റ്സ് താങ്ക് യു ഫ്രം ശ്യാം ശങ്കർ.